കോഴിക്കോട് ഫാറൂഖ് കടലുണ്ടിക്കടവിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം എന്ന വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ വീണ്ടും പരാതിയുമായി മുൻ ജീവനക്കാരി. സ്ഥാപനത്തിന്റെ മറവിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളും തട്ടിപ്പും നടക്കുന്നുണ്ടെന്ന് മലപ്പുറം ചെട്ടിപ്പടി സ്വദേശിനി. ക്രമക്കേടുകൾ വെളിപ്പെടുത്തിയതോടെ തന്നെ മർദ്ദിച്ചെന്നും കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായെന്നും യുവതി ആരോപിക്കുന്നു. ഇതാദ്യമായല്ല സ്നേഹാലയം നടത്തിപ്പുകാർക്കെതിരെ മുൻ ജീവനക്കാരിയായ മലപ്പുറം ചെട്ടിപ്പടി സ്വദേശിനി ആരോപണം ഉന്നയിക്കുന്നത്. സ്ഥാപനത്തിന്റെ പേരിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളും തട്ടിപ്പും നടക്കുന്നുണ്ടെന്ന് യുവതി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരി, സഹായിയായ സ്ത്രീ, നടത്തിപ്പുകാരിയുടെ ആൺ സുഹൃത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു. ഇതിനിടെയാണ് മുൻ ജീവനക്കാരി തന്നെ മർദ്ദിച്ചെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും ആരോപിച്ച് രംഗത്ത് വന്നത്. ഡൊണേഷൻ വാങ്ങിയിട്ടാണ് അമ്മമാർ എടുക്കുന്നത്. 3 ലക്ഷമായിട്ടും 2 ലക്ഷമായിട്ടും 1.5 ലക്ഷമായിട്ടും പിന്നെ അവരുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ അത് ഇവിടെ വാങ്ങി അവർ മരണപ്പെട്ടാൽ ഇവൾക്കാണ്. പിന്നെ 10-24 സ്റ്റാഫുകളുണ്ട് അവിടെ വൃദ്ധസദനത്തിൽ വർക്കിന് പോയിട്ട്. 50-50 പൈസ കൊണ്ടുതന്നെ 50-50 ഇവളിപ്പോൾ ഇവളെ പേരിൽ 5 സെൻറ്റ് സ്ഥലം എടുത്തേക്കണ്. ഇവൾ സത്യം പറഞ്ഞാൽ അവിടെ ഒരു ബിസിനസ്സാണ്, അല്ലാതെ കുറച്ച് അമ്മമാരെ വെച്ചിട്ട് പണം ഉണ്ടാക്കുക, അത് ബിസിനസ് നടത്താം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഉൾപ്പെടെ ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. അന്തേവാസികൾ മരിക്കുമ്പോൾ ചെയ്യേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാറില്ല. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്താതെ മൃതദേഹം സംസ്കരിക്കാറുണ്ടെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും മുൻ ജീവനക്കാർ പറഞ്ഞു. ക്രൂരമായിട്ടുള്ള മർദ്ദനം ഇവരവിടെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഓരോ അമ്മമാരും അവിടെ മരിച്ചിട്ടുണ്ട്. നമ്മളാരും അറിയുന്നില്ല, അവരാൾക്കാരും ഇല്ല. ഇത് സ്വന്തമായിട്ട് ആൾക്കാരില്ലെങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ ദഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ കുഴിച്ചിട്ട് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരാതിയിൽ വിശദമായ തുടരന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കേസുമായി മുന്നോട്ട് പോകാനാണ് യുവതിയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.